ഹലോ, ഇന്ന് നമ്മൾ 30 ട്രീയുടെ അളവെടുക്കാൻ പോവാണ്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അളവെടുക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത്. ഡ്രസ്സൊക്കെ മാറി റെഡി ആയി വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയി. കറക്റ്റ് സമയത്ത് ബസ്സും കിട്ടി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു ട്രെയിൻ നിറച്ചും കാറുകൾ. ആ പോകുന്നത് ഓടുന്ന വണ്ടിയാണ് കേട്ടോ. ഞാനിത് പലപ്പോഴും പോകുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും അടുത്തുനിന്ന് കാണുന്ന ആദ്യമായിട്ടാണ്. ഫാക്ടറിയിൽ നിന്ന് ഷോറൂമിലോട്ട് കൊണ്ടുപോകാണെന്നാണ് തോന്നുന്നത്. ആ കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം സൊറ പറഞ്ഞിരിക്കാൻ തുടങ്ങി. ഈ സെമിസ്റ്ററിൽ ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതായത് പ്രൊഫസേഴ്സ് തരുന്ന കുറച്ച് ഏരിയാസിൽ നിന്ന് നമ്മൾ ഒരു ഏരിയ ചൂസ് ചെയ്തിട്ട് അവിടെയുള്ള 30 മരങ്ങളുടെ അളവെടുക്കണം. അളവെന്ന് പറയുമ്പം ട്രീ ഹൈറ്റും ട്രങ്ക് വിഡ്ത്തും കനോപ്പി വിഡ്ത്തും ഒക്കെ എടുക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളൊരു പാർക്കാണ് ചൂസ് ചെയ്തത്. നല്ല ശാന്തി സമാധാനമുള്ള ഒരു പാർക്കായിരുന്നു കേട്ടോ അത്. ഈ മെഷർ ചെയ്തതെല്ലാം ഞങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് ആ സ്ഥലത്തിനെ പറ്റി ഒരു റിപ്പോർട്ട് എഴുതണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പം അതിനുവേണ്ടി 30 മരങ്ങളുടെ അളവെടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഫൺ കാര്യമാണ്. അങ്ങനെ അളവെടുപ്പെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 6 മണിയായി. ജർമ്മനിയിലെ ട്രാഫിക് എല്ലാം തെറ്റിച്ചിട്ട് ഞങ്ങൾ ഓടുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? ബസ് പിടിക്കാൻ. ഇവിടുത്തെ ബസ് ഡ്രൈവേഴ്സ് നമുക്ക് വേണ്ടി ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഓടി പിടിച്ചേ പറ്റത്തുള്ളൂ. ജർമ്മനിയിൽ വന്നപ്പോ തൊട്ട് ഓടാൻ തുടങ്ങിയതാ. ആ ഓട്ടം ഇതുവരെ നിന്നിട്ടില്ല. അങ്ങനെ ഓടിക്കിട്ടിയ ബസ്സും പിടിച്ച് ഞങ്ങൾ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണെങ്കിൽ കണ്ണടിച്ചു പോണ വെയിലും ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറി. അങ്ങനെ ട്രെയിനിലിരുന്ന് നല്ലൊരു ഉറക്കവും പാസ്സാക്കി ഇങ്ങനെ എണീച്ചപ്പോൾ എത്താറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 8:30 മണിയായി. എന്നാലും കത്തി നിൽക്കുന്ന സൂര്യനെ കണ്ടോ? ജർമ്മനിയിൽ ഇപ്പോൾ സമ്മറായ ഇങ്ങനെ 8:30-9 മണിക്ക് സൺസെറ്റ്. അങ്ങനെ ഡ്രെസ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത അധ്യായമായ ട്രാം പിടിക്കാൻ പോവാം. ജർമ്മനിയിൽ വന്നിട്ട് 6 മാസം ആയെങ്കിൽ കൂടെ ആ 6 മാസത്തിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അതിലൊന്നാണ് എൻജോയിങ് ദ ലിറ്റിൽ തിങ്. എത്ര ചെറിയ കാര്യമാണേലും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ട്രാം ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. നല്ല വിശപ്പുണ്ട്. വീട്ടിൽ പോയിട്ട് വേണം ഇനി ഫുഡ് ഉണ്ടാക്കാൻ. ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ഡോമിലാണ് കേട്ടോ താമസിക്കുന്നത്. എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കോമഡേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ഞാൻ ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ സ്റ്റുഡന്റ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി അഫോർഡബിൾ ആയിട്ടുള്ള റൂംസ് കൊടുക്കും. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് വിത്ത് കേൾസ് ഓഫ് ചിക്കു. ബൈ.